പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 മേടമാസം 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ശുഭാശുഭ ഫലങ്ങൾ. അതായത് 2026 ഏപ്രിൽ മാസം 27-ാം തീയതി മുതൽ മെയ് മാസം 3-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നാം ചർച്ച ചെയ്യുമ്പോൾ പൂരം നക്ഷത്രത്തിലാണ് 27-ാം തീയതി ചന്ദ്രൻ്റെ സ്ഥാനം ചിങ്ങൻ രാശിയിൽ. മേടൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്നു, ഇടവത്തിൽ ശുക്രൻ, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ ചന്ദ്രനോടുകൂടെ കേതു, കുംഭത്തിൽ രാഹു, മീനത്തിൽ ചൊവ്വ, ബുധൻ, ശനി. ഇവിടെ മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. ഈ വാരത്തിൽ പ്രത്യേകിച്ച് ശുക്രന് സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ചാരപശാലുള്ള മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. പിന്നീട് സൂര്യൻ ഇപ്പോഴും അത്യുച്ഛം വിട്ടു നിൽക്കുന്നു. പ്രതിതശ്ചതുരഃ അടനഃ അല്പവിത്തഃ ക്രിയേതു ആയുധഭൃത് വിതുംഗഭാവേ. മേടത്തിൽ ഉച്ച ക്ഷേത്രം മേടം 10 വരെയുള്ള സമയത്ത് സൂര്യൻ പ്രതിതഃ ചതുരഃ പ്രശസ്തനും സമർത്ഥനുമാകുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിനങ്ങളിൽ സൂര്യൻ്റെ ആ പ്രഭാവം അത്ര കണ്ട് ആചാര്യൻ വിശദീകരിച്ചിട്ടില്ല. വിതുംഗഭാവേ, ഉച്ചം ഭാവം കഴിഞ്ഞുള്ള സമയത്ത് മേടത്തിൽ നിൽക്കുന്ന സൂര്യൻ അടനഹ അല്പവിത്തഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സഞ്ചരിക്കുക, അല്പവിത്തഹ, ധനപരമായ വിഷയത്തിൽ പൂർണ്ണത ലഭിക്കാത്തൊരവസ്ഥ, ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ബുധൻ നീചസ്ഥനാണ് ഇന്നത്തെ ഈ രാശിപ്രകാരം. ബുധൻ മീനത്തിൽ തന്നെ നിൽക്കുന്നു. ഏതായാലും ഓരോ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, ശ്രദ്ധിക്കുക. മൂലം, പുരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈയൊരു വാരം രാശിയിൽ ഗ്രഹങ്ങളിൽ 3-ൽ രാഹു, 4-ാം ഭാവത്തിൽ ചൊവ്വ, ബുധൻ, ശനി, 5-ാം ഭാവത്തിൽ ആദിത്യൻ, 6-ാം ഭാവത്തിൽ ശുക്രൻ, 7-ാം ഭാവത്തിൽ വ്യാഴം, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ, കേതു. ഇവിടെ 9-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. ഭവത്യവ ഭാഗ്യാദിയോ യൗവനാദി, യൗവനം മുതൽ ഗുണം വരുമെന്നാണ്. ഈ വാരത്തിൽ തന്നെ ആദ്യത്തെ 2 ദിവസം, ഒരു വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലൊക്കെ തന്നെ നല്ല ചില പ്രകടമായ മാറ്റങ്ങൾ ധനുരാശിക്കാർക്ക് ഉണ്ടാകാം. ഇവിടെ 7-ൽ വ്യാഴമാണ്. ശത്രുക്കളുടെ ഉപദ്രവം വളരെയധികം കൂടുതൽ വരും. സദാ ദാനവിജ്ഞ സുധാസിക്ത ശത്രു, അമൃതിൽ കുളിച്ച ശത്രു ഉണ്ടാകുമെന്നാണ്. 6-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. പിന്നെ 5-ാം ഭാവത്തിൽ സൂര്യനാണ്. പൂർവ്വജാപത്യദാപി, ആദ്യ സന്താനത്തെപ്പറ്റി ദുഃഖമുണ്ടാകും, ശ്രദ്ധിക്കുക. ഭൂമി വിവാദങ്ങൾ ഉണ്ടാകും, വളരെയധികം ശ്രദ്ധിക്കുക. ഭൂമി സംബന്ധമായ വിവാദങ്ങൾ വരിക. അതിനാൽ തറവാടുമായി ബന്ധപ്പെടുന്ന പാർട്ടീഷനൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ അയൽവാസിയുമായി ബന്ധപ്പെടുന്ന അതിർത്തി തർക്കങ്ങൾ, മതിൽ കെട്ടുമ്പോൾ പൊളിക്കുക, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നടക്കും. രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് ധനുരാശിക്കാർ ഭാഗഭാക്കായാൽ അവർക്ക് നഷ്ടങ്ങൾ വരും. വാഹനങ്ങൾ കത്തിപ്പോവുക, സ്ഫോടകാത്മകമായ അന്തരീക്ഷമുണ്ടാവുക, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരും. ധനുരാശിക്കാർ ബന്ധുക്കളുമായി ദ്വേഷിക്കുന്നവരാണ്. ബന്ധിദ്യുട്ട് എന്ന ബലാൽ സമേതിയ വശം ആർക്കും അത്ര പെട്ടെന്ന് തന്നെ അടക്കി നിർത്താൻ പറ്റില്ല. അതാണ് ധനു. അതിനാൽ ശ്രദ്ധിക്കുക. 7-ൽ വ്യാഴമൊക്കെ ഉണ്ട്. വിവാഹ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാം. അതിന് വിവാഹപതിയായ 7-ാം ഭാവാധിപനായ ബുധൻ നീചസ്ഥനാണെങ്കിലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബലവാനായി വരുന്നുണ്ട്. ഉദരസംബന്ധമായ രോഗം വളരെ ശ്രദ്ധിക്കണം. ഇവിടെ നിർബന്ധമായും ദാമ്പത്യത്തിൽ ഐക്യമത്യ അർച്ചന ചെയ്യുക. ശത്രു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മാറാൻ ശത്രു മുട്ട് അല്ലെങ്കിൽ ശത്രു സംഹാര കുരുതി പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ ഉത്തമമാണെന്നറിയുക. നന്ദി, നമസ്തേ.